ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ സഹസ്രകലശ കുടം സമർപ്പണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ഭക്തമനസ്സുകളുടെ ഹൃദയ സമർപ്പണമാണ് കലശക്കുടങ്ങളായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സമർപ്പിച്ച ഭഗവാൻ മുമ്പിൽ സമർപ്പിച്ച 1100 കുടങ്ങളാണ്, ചെമ്പുകുടങ്ങളാണ് ഇവിടെ ഇന്ന് എൻ്റെ ഹൃദയം കൊണ്ടെനിക്ക് ഭഗവാനെ സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊരു സ്വത്ത് ഭഗവാനിലേക്ക് വളരെ ആദരപൂർവ്വം ആചാരപൂർവ്വമാണ് ഈ 10 പേര് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ മറ്റാരുടെയും സ്വത്തല്ല, ഭഗവാന്റെ സ്വത്താണ്. ഈ കൈമാറ്റം എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തജനങ്ങളുടെ ഹൃദയമാണ് അവിടെ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റുമാനൂരപ്പൻ ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച 1100 ചെമ്പുകുടങ്ങളുടെ സമർപ്പണവും ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സമർപ്പണമായി ക്ഷേത്ര ബിംബത്തിന് ധാരയ്ക്കുള്ള 40 ചെമ്പുകുടങ്ങളുടെ സമർപ്പണവുമാണ് നടന്നത്. ക്ഷേത്രത്തിലെത്തിയ സുരേഷ് ഗോപിയെ ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഭിലാഷ് പൂർണ്ണകുംഭം നൽകിയാണ് സ്വീകരിച്ചത്. ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് കേന്ദ്രമന്ത്രി കലശക്കുട സമർപ്പണം നിർവഹിച്ചത്. കലശക്കുട സമർപ്പണത്തിൽ പങ്കുചേർന്നവരെ കേന്ദ്രമന്ത്രി ആദരിച്ചു. ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രമക ഉപഹാരവും മന്ത്രിക്ക് നൽകി. ക്ഷേത്രങ്ങളിൽ ദേവചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായി നടത്തുന്ന അതിവിശിഷ്ടമായ പൂജയും അഭിഷേകവുമാണ് സഹസ്രകലശം. ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന സഹസ്രകലശത്തിനായാണ് ഭക്തജന കൂട്ടായ്മ 1100 കലശക്കുടങ്ങൾ സമർപ്പിച്ചത്. കലശക്കുടങ്ങളിൽ ദ്രവ്യങ്ങൾ നിറച്ച് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പൂജിച്ച് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതിനാണ് ചെമ്പുകുടങ്ങൾ. ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷൻ ടോമി പുളിമാൻതുണ്ടം മുഖ്യാതിഥിയായിരുന്നു. കലശക്കുടങ്ങൾ സമർപ്പിച്ച ഹരി വെല്ലിടത്തില്ലം, കണ്ണൻ, ഹരികുമാർ, ബിജു പണിക്കർ വീട് എന്നിവരെ ആദരിച്ചു. ഭക്തജന കൂട്ടായ്മ പ്രതിനിധികളായ ഡോക്ടർ ശ്രീജിത്ത്, ആർ അശോക് തുടങ്ങിയവർ നേതൃത്വം നൽകി.